വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോറി, കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ പറ്റണ്ടായിരുന്നില്ല. ഡ്യൂട്ടി ആയിരുന്നു ഗൈസ്, എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു, ജോബിൻ ചാനൽ ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സമയമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഏതാണെങ്കിലും കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് ഓഫ് കിട്ടി. പിന്നെ ജോബിൻ ചാനൽ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് അവധിയാണ്, ക്രിസ്മസ് ന്യൂ ഇയർ ഹോളിഡേയ്സ് 2 ആഴ്ച അവധിയാണ്. അപ്പോൾ ജോബിൻ ചേട്ടനും ഫ്രീ ആണ്, ഇനിയിപ്പോൾ ഞാനും 2 ദിവസം ഞാനും ഫ്രീ ആണ്. അപ്പം ഞങ്ങളോർത്ത് എന്ത് വീഡിയോ ചെയ്യും അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ സ്വന്തം മാർക്കോ റിലീസായ വിവരം, ഞെട്ടിക്കുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഇന്ന് നമ്മൾ മാർക്കോ സിനിമ കാണാൻ പോവുകയാണ്. അപ്പോൾ 8:20 ഷോ. ഇപ്പൊ 8:19 ഞങ്ങൾ വളരെ കൃത്യനിഷ്ഠതയുള്ളവരായതുകൊണ്ട്, അത് ഞങ്ങളല്ല, ഞാൻ വളരെ കൃത്യനിഷ്ഠത ഉള്ളതായതുകൊണ്ടാണ് 8:19 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്താണെങ്കിലും പക്ഷെ ഇവിടെ വേറെ ഒന്നുമല്ല ഗൈസ്, ഞാൻ ഇതിനു മുന്നേ കുറെ പ്രാവശ്യം ഇവിടെ സിനിമയ്ക്ക് പോയിട്ടുണ്ട്, ഒരു 1-2 പ്രാവശ്യം എന്തായാലും പോയിട്ടുണ്ട്. 8:20 ഷോ എങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 9:10 ആവുമ്പോഴേക്കും ഇവിടെ ഷോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇന്ന് ഞങ്ങള് ബെറ്റ് വെച്ചിട്ടാ പോയേക്കണേ. ഇപ്പൊ ചെല്ലുമ്പോ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിടി, ചെല്ലുമ്പോ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല 9 മണി ആവുമ്പോഴത്തേക്കും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളെങ്കിൽ ജോബിൻ ചേട്ടനിടി. അപ്പൊ നിങ്ങൾ ആരുടെ സൈഡിലാന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് തിയേറ്ററൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ സിനിമയുടെ റിവ്യൂമായിട്ട് അതിനുശേഷം തൊട്ട് പിന്നാലെ ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു. നോക്കൂ ഗൈസ്, ഇപ്പോൾ സമയം 8:23. സിനിമ തുടങ്ങിയിട്ടുണ്ടാകുമോ ഇല്ലയോ, മൂവി സ്റ്റാർട്ടായോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഞാനല്ല, ജോബിൻ ചേട്ടൻ. എനിക്ക് ഉറപ്പാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. സിനിമ തിയേറ്ററിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടി ഗൈസ്. ഇവൻ സിനിമാസ്, ഇതാണ് നമ്മുടെ തിയേറ്റർ. ബാക്കി വിശേഷം വിളിച്ചെന്നിട്ട് പറയാം. അപ്പോൾ ഏതാണെങ്കിലും നമ്മൾ തിയേറ്ററിലോട്ട് കയറുകയാണ്. ഇതാണ് തിയേറ്ററിൻ്റെ ഇൻസൈഡ് എൻട്രി. നമ്മളിനി ടിക്കറ്റ് എടുക്കുന്നു, തിയേറ്ററിലോട്ട് പോകുന്നു. മാക്സിമം ഇന്ന് തന്നെ ഞങ്ങൾ ബാലൻസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഏതാണെങ്കിലും സിനിമ കഴിഞ്ഞ് കാണാം ഗൈസ്. ബൈ ബൈ. ഹലോ ഗായ്സ്, വീണ്ടും ഞങ്ങൾ വന്നു. ഇന്നലെയാണ് മാർക്കോ കണ്ടത്. പക്ഷെ ഇന്നലെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഉറങ്ങിപ്പോയിട്ട് ഞങ്ങളിന്ന് കാലത്ത് ഇവിടെ 10-11 മണിയായി. എണീറ്റ് ഇച്ചിരി ചായ കുടിക്കാമെന്ന് ഓർത്തു. ചായ കുടിക്കണ സമയത്ത് ഞങ്ങൾക്ക് എന്തുട്ടാ മാർക്കോനെ കുറിച്ച് തോന്നിയെന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു, അല്ലേ? ഇന്നലെ ഞങ്ങള് പറയണമെന്നൊക്കെ വിചാരിച്ചതാ. സിനിമ കഴിഞ്ഞപ്പോ എത്ര മണി? 11 മണിയായി. സിനിമ തുടങ്ങിയത് 8:20 തുടങ്ങിയില്ല, സിനിമ 8:45 തുടങ്ങിയത്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ 2 പേർക്ക് ഉറക്കം വന്ന് വേഗം കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ റിവ്യൂ പറയാൻ പറ്റിയില്ല. റിവ്യൂ പറയാനൊന്നും എനിക്കറിയില്ല, ജോബിൻ ചേട്ടൻ നന്നായിട്ട് പറയും. ഞാൻ സപ്പോർട്ട് ചെയ്ത് എനിക്ക് എന്താ തോന്നിയെന്നുള്ളത് ഞാൻ പറയാം. ഗ്രേസിന് ആദ്യം തോന്നിയെന്ന് വെച്ചാൽ പറ, നോക്കട്ടെ. എനിക്ക് സിനിമ നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ പറഞ്ഞ പോലെ ഭയങ്കര വയലൻസ് ആണ്, അതായത് സ്പോയിലർ ഒന്നും പാടില്ല കേട്ടോ. നല്ല വയലൻസ് ആണ്. പിന്നെ നമുക്കും തോന്നും അവന് കുടുക്കടാന്ന് തോന്നുന്ന സമയത്തൊക്കെ കൊടുക്കും. അത് ഇപ്പൊ കുടുംബത്തെ സ്നേഹിക്കണ വലിയൊരാളെന്നല്ല, നല്ലൊരു മനുഷ്യൻ. എൻ്റെ കുടുംബത്തിനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെയാണ് ആ വയലൻസിൽ നമുക്ക് കാണാൻ പറ്റണേ. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ എനിക്കതിലൊരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ അനിയനായിട്ട് ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട്, ഒരു ബ്ലൈൻഡ് ആയിട്ട്. അയാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അയാൾ പൊളിക്കും. അയാൾക്ക് ഇനി സിനിമയിൽ എന്തൊക്കെയോ വരാനിരിക്കുന്നുണ്ട്. ഇനി ജോബി ചേട്ടൻ പറയും.
ഈ സിനിമയുടെ ഫൈറ്റും മ്യൂസിക്കും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒക്കെ അതെ, അതും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല, ഞാൻ മൊത്തം ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. സിനിമയുടെ ടെക്നിക്കൽ വൈസ് ഒക്കെ സൂപ്പർ ക്വാളിറ്റിയാണ്. ഡയറക്ഷനൊക്കെ ആയാലും സൂപ്പറാണ്. പിന്നെ എന്ന് പറയുന്നത് ഉണ്ണിമൂന്ന് നല്ലോണം പണിയെടുത്തിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടി. പിന്നെ വയലൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഫസ്റ്റ് ഹാഫ് വയലൻസ് അങ്ങോട്ട് ഓറഞ്ചും പോറഞ്ചും അടിച്ച് പൊളിച്ച് ആർമാദിച്ചിട്ടുണ്ട്. വയലൻസ് അത് ഇവൾക്ക്, എനിക്ക് എന്ന് പറയുകയാണെങ്കിൽ എല്ലാരും ഒരുപോലെ, നടനും വില്ലന്മാരും ഒക്കെ ഭ്രാന്തന്മാരും. വയലൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ആയിക്കൂടി ഒരു സീൻ മാത്രം, 1-2 സീൻ മാത്രമാണ് അത് വലിയ പ്രശ്നം, വയലൻസിൻ്റെ ഒരു ടോപ്പ് ലെവലെന്ന് എനിക്ക് തോന്നിയത്. അതെന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു 20-25 മിനിറ്റിൽ വില്ലന്മാർ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ഇതുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ടോപ്പ് നോച്ച് വയലൻസ് ആയിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം ഓക്കെ, അത് കിട്ടേണ്ടതാണ് എന്നുള്ളൊരു സെറ്റപ്പാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സിനിമ ഓവറോള് ടെക്നിക്കൽ ബേസും അതിൻ്റെ ഡയറക്ഷൻ സിനിമാറ്റോഗ്രാഫി ബാക്കിയെല്ലാം സൂപ്പറാണ്. ഞങ്ങൾക്ക് റിവ്യൂ പറയാനൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വായ തോന്നുന്നതൊക്കെ പറയണത്. സിനിമ ടെക്നിക്കൽ വൈസ് സൂപ്പറാണ്. പിന്നെ വയലൻസ് ഇഷ്ടമുള്ളവര് അതെ ഒക്കെ പോയി കാണണം. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രായം കുറഞ്ഞവരും കൊണ്ടുപോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. 18+ ആണ്. അപ്പൊ എന്തായാലും പിള്ളേർക്ക് 18 വയസ്സ് കഴിഞ്ഞുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ പോയ തിയേറ്ററില് കുറെ പേരൊന്നും ഇല്ല, ഇവിടെ കുറച്ച് പേര് മലയാളീസ് മാത്രമേ കാണാൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പോവായിരുന്നു അവര്. സ്ത്രീകളായിട്ട് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നുള്ളൂ. ഞാനും വേറെ 2 ചേച്ചിമാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ചേട്ടന്മാരായിരുന്നു അല്ലേ. ഒക്കെ അങ്ങനെയുള്ളവരാ വന്നെ. ആരും ഭാര്യമാരെ സ്നേഹമുള്ളവരായതുകൊണ്ട്, ഭാര്യമാരോട് സ്നേഹമുള്ളവരായതുകൊണ്ട് കൊണ്ടുവന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു അങ്ങനെയെങ്കിൽ എന്നോട് സ്നേഹം കൂടുതലായതുകൊണ്ട് തന്നെ കൊണ്ടുപോയി. സിനിമ ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയാണ്. ഉണ്ണിമുകുന്ദൻ ഒരു ബ്രേക്ക് എടുത്തത് എന്തിനാന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ഒരു സാധനം വരുത്താൻ വേണ്ടിയിട്ടാണ്. നല്ല പടം. മലയാളത്തിലല്ല, ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. അത്ര ഹെവി പടം, വയലൻസ് ബേസ് ആയാലും. ഞാൻ ഇന്ത്യയിലെ എല്ലാ പടമൊന്നും കണ്ടിട്ടില്ല, പക്ഷെ നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സങ്കടമുണ്ട്, ആ സങ്കടത്തിൽ നിന്ന് നമുക്ക് വന്ന ദേഷ്യം വാശിയെല്ലാം നായകൻ അവിടെ തീർക്കണ്ട്, നമുക്കൊരു സന്തോഷം കിട്ടും സിനിമ കഴിയില്ല. അപ്പൊ എല്ലാരും പോയി കാണാം. എല്ലാരും അല്ല, 18 വയസ്സിന് മുകളിലുള്ളവരും, അതെ, ധൈര്യമുള്ള എല്ലാവരും പോയി കാണണം. നല്ല സിനിമയാണ്. പിന്നെ ഉണ്ണിമുകുന്ദന്റെ അനിയൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവൻ പൊളിക്കും. അവനെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആ സിനിമ അവനിൽ നിന്നാണ് ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൻ പൊളിയാണ്. അതിലവൻ ജീവിക്കാണ്. വില്ലന്മാര് നല്ലതായിരുന്നു. നായകനൊത്ത വില്ലന്മാരായിരുന്നു. എല്ലാവരും നായകനൊത്ത വില്ലന്മാരായിരുന്നു. എനിക്കറിയില്ല, ആരോ പറഞ്ഞു ഷമ്മി തിലകന്റെ മോനാണ് ആദ്യം വന്ന വില്ലൻ. ഒരു വില്ലൻ ഷമ്മി തിലകന്റെ മോനാന്ന് പറഞ്ഞു. എന്തായാലും എല്ലാവരും നല്ലതാ. വില്ലനെ കാണുമ്പോ തന്നെ നമുക്കൊന്നും കൊടുക്കാൻ തോന്നും. അതുപോലത്തെ വില്ലന്മാരാ ആദ്യത്തെ വില്ലൻ. പിന്നെ ജഗദീഷ് നന്നായി ചെയ്തിട്ടുണ്ട്. നന്നായി വെച്ചാൽ ജഗദീഷ് നമ്മളിങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിട്ടുണ്ട്, പക്ഷെ എക്സ്ട്രീമില് കണ്ടിട്ടില്ല. ജഗദീഷിന് പറ്റണ പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം സിദ്ദിഖ് തന്നെ. അവസാനം ക്ലൈമാക്സിന് മുമ്പ് ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റില് സിദ്ദിഖിന്റെ ഒരു സെറ്റപ്പ് സാധനമുണ്ട്, അത് പൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയൊന്നുമില്ല, നിങ്ങൾ പോയി കാണും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണം. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ദോശയും ചമ്മന്തിയായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കഴിച്ചു. അങ്ങനെ എന്തായാലും അവസാനിച്ചു. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ അഡ്വാൻസ്ഡ് മെറി ക്രിസ്മസ്. ക്രിസ്മസിന് മുന്നേ എന്തെങ്കിലും വ്ലോഗ്, ഞങ്ങൾ ക്രിസ്മസിന്റെ സമയത്ത് എന്തെങ്കിലും വ്ലോഗ് പ്ലാൻ ചെയ്യാം. സമയം കിട്ടുന്ന പോലെ, ജോലിയൊക്കെ ഉണ്ട്. എന്നാലും എല്ലാവർക്കും അഡ്വാൻസ്ഡ് മെറി ക്രിസ്മസ്.